ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ബയോളജി എക്സാമിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. ബയോളജി എക്സാം സത്യം പറഞ്ഞാൽ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നതെന്ന് കമൻറ്റിൽ പറയണേ. ഞാൻ എക്സാം കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയൊരു അവസ്ഥയിലല്ലായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ബയോളജി ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് ബയോളജിയിലായിരുന്നു. അത് ബോട്ടണി എക്സാമിൻ്റെ പേപ്പർ കണ്ടതോട് കൂടിയിട്ട് അതങ്ങോട്ട് പോയി. ബോട്ടണി എന്തോ പഠിച്ചതും കൂടി എഴുതാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടും മനസ്സിലാവണില്ല. കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഒക്കെ വന്നിരുന്നത്. അതുകൊണ്ട് ബോട്ടണിയുടെ പോർഷൻ കുറച്ച് ടഫായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. 1 മാർക്ക് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്ത് നല്ലപോലെ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടി. ബാക്കിയുള്ള അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ഒന്നെങ്കിൽ ചോയ്സിൽ ഒരെണ്ണം അറിയുന്നുണ്ടാവും, ഒരെണ്ണം അറിയില്ല. അല്ലെങ്കിൽ ഓപ്ഷൻസിൽ എന്താണ് എ ക്വസ്റ്റ്യൻ അറിയുണ്ടാവും, ബി അറിയുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് അങ്ങോട്ട് മൈൻഡിലേക്ക് ആൻസർ കിട്ടാത്ത രീതിയിലുള്ളൊരു ടൈപ്പിലുള്ള പേപ്പറായിരുന്നു കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മാർക്കൊക്കെ പെട്ടെന്ന് എഴുതി. അതൊക്കെ ഓക്കെ, അതൊക്കെ നല്ലപോലെ എഴുതി. പിന്നെ ഇങ്ങനെ എഴുതി വന്ന് ഞാൻ എല്ലാതും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഈസി ആയിരുന്നു കേട്ടോ. അങ്ങനെ ചിലതൊക്കെ ഓക്കെ നല്ലപോലെ എഴുതാൻ പറ്റുന്നുണ്ട്. ചിലതൊക്കെ കുറച്ച് ഇൻഡയറക്റ്റായിട്ട് കുറച്ച് ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ആൻസർ കീ നോക്കിയപ്പോഴും മനസ്സിലാണ് ഏറെക്കുറെ അറ്റൻഡ് ചെയ്ത് തെറ്റിയിരിക്കണം. അതും അറിയണത് ഞാൻ വേറെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. DNA ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ, അതിൽ സ്റ്റെപ്സ് എഴുതാനും. അത് എനിക്ക് അറിയുന്ന സംഭവമാണ്, പക്ഷേ ഞാൻ എഴുതിയ സ്റ്റെപ്പ് അതൊന്നുമല്ല, വേറെ കുറേ സംഭവങ്ങളാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ സംഭവങ്ങൾ ബോട്ടണിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയാലും വാട്ടർ പോളിനേറ്റിംഗ് ഫ്ലവേഴ്സിൻ്റെ എക്സാമ്പിൾസ് ചോദിച്ചിട്ടോ. എക്സാമ്പിൾസ് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട്. അതല്ലെങ്കിൽ ഓക്കെ ആയിരുന്നു. അങ്ങനെ കുറേ പിന്നെ അതിലുണ്ട ബയോ റിയാക്ടേഴ്സിൻ്റെ ഡയഗ്രാം അതൊക്കെ എഴുതിയിട്ടുണ്ട്. ബാക്കിയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയോ കുറേ തെറ്റിയിട്ടുമുണ്ട്. ബോട്ടണി എക്സാം ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര പേടിയൊന്നും, പിന്നെ ഭയങ്കര സങ്കടമായി പേപ്പർ കണ്ടപ്പോൾ. കാരണം ബയോളജി അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നൊരു സബ്ജക്റ്റ് ആയിരുന്നു. അത് ഇങ്ങനെ ആയപ്പോൾ കുറച്ച് ആകെ ഇല്ലാണ്ടായി. പിന്നെ സോളജി ഓക്കെ ആയിരുന്നു കേട്ടോ. സോളജി അടിപൊളിയായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. സോളജി വായിച്ചിങ്ങനെ ക്വസ്റ്റ്യൻസ് വായിച്ച് വന്നപ്പോൾ തന്നെ ഓക്കെ കിട്ടി. ഓക്കെ നല്ലപോലെ എഴുതാൻ പറ്റി. 1 മാർക്കിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് ഞാൻ. അതൊക്കെ ഈസി ആയിരുന്നു. വായിക്കുമ്പോൾ തന്നെ ഓരോന്ന് കിട്ടിയിരുന്നു കേട്ടോ. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്, സഹേലി, പിന്നെ ആ ഒരു റിലേഷനും മറ്റേത് അലർജി ആയിരുന്നു സെക്കൻഡിൻ്റെ ആൻസർ. പിന്നെ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു DNA 13 അഡിനിൻ ഉണ്ടെങ്കിൽ തൈമിന് എത്ര ഉണ്ടാവുമെന്ന്. അത് 30 തന്നെയാണ്. അങ്ങനെ അത് ഞാൻ കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്തു. പിന്നെ അതിൽ 2 മാർക്സിൻ്റെ ആയാലും അതും ഓക്കെ. എയ്ഡ്സിൻ്റെ പറ്റിയിട്ട് അത് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അത് ഓപ്ഷൻസ് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ആൻസർ ഏതാണ് ഏകദേശം വരുന്നതെന്ന്. പിന്നെ അതുപോലെ അടുത്ത ലാക്കോപ്പറോൻ്റെ ആ ഒരു ഭാഗം എത്തിയപ്പോഴാണ് ഞാൻ എഴുതി പി എന്താണെന്നുള്ള ഒരു മൈൻഡിൽ അവിടെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പി തീരെ കിട്ടിയില്ല. ഞാൻ കുറേ ആലോചിച്ച് പി കിട്ടിയില്ല. അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ള ഫ്ലോ ചാർട്ട് അത് ഓക്കെ. അത് യൂട്യൂബ് ക്ലാസ്സിൽ കണ്ടൊരു ഷോർട്ട് കോഡൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അത് ഞാനും പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ അതുപോലെ കോഡോൺസ്, അമിനോ ആസിഡ്സിൻ്റെ അതൊക്കെ സംഭവം അതൊക്കെ ഭയങ്കര ഈസിയായിരുന്നു. പിന്നെ എക്സ്പാൻഡ് ചെയ്യാനായിരുന്നു, അതും ഓക്കെ. പിന്നെ മാച്ച് ദ ഫോളോയിങ്, പെഡിഗ്രിയുടെ ആ ഒരു ചാർട്ട് അതൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ ഞാൻ അടുത്ത സംഭവം ഡയഗ്രം നോക്കിയിട്ട് ആൻസർ എഴുതണ്ടെങ്കിൽ അതിൽ ഞാൻ ഫസ്റ്റ് കംപ്ലീറ്റ് എഴുതി. ഒക്കെ കറക്റ്റ് ആയിരുന്നു ഞാൻ എഴുതിയത്. എന്നിട്ട് ലാസ്റ്റൊക്കെ വെച്ചിട്ട് ഞാൻ ഇരുന്നത് ഇങ്ങനെ വായിച്ചിട്ട് എനിക്ക് തോന്നിയത് അതല്ല, അത് ഇങ്ങോട്ടാണ് വിചാരിച്ചിട്ട് ഞാൻ ബി സിക്കും എഴുതി, സി ബിക്കും എഴുതി. അത് അവിടെ 1 മാർക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ വേറെ ഏതോ ഒരു സ്ഥലത്തും കൂടിയിട്ട് ഫസ്റ്റ് ആൻസർ കറക്റ്റ് എഴുതി, അത് ഞാൻ പിന്നെ മാറ്റിയിട്ട് തിരിച്ചെഴുതിയിട്ടുണ്ട്. അങ്ങനെ പൊടത്തരങ്ങൾ പറ്റുന്ന മാർക്ക് കുറേ പോയിട്ടുണ്ട് കേട്ടോ. അറിയണ സംഭവങ്ങളാണ്, അത് തിരിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയതാണ്. ബാക്കിയൊക്കെ ഓക്കെ. അതുപോലെ മറ്റേ പ്രിൻസിപ്പിൾ എഴുതാൻ p² + 2pq + q², അതിൻ്റെ പ്രിൻസിപ്പിൾ അയ്യോ അത്ര ഈസിയുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഞാൻ ആലോചിച്ചു എനിക്ക് തീരെ കിട്ടില്ല. പെട്ടെന്ന് ആ വേർഡ് തീരെ മൈൻഡിലേക്ക് വന്നില്ല. പിന്നെ കുറേ ആലോചിച്ച് കിട്ടി അവസാനം. ബാക്കി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഈസി ആയിരുന്നു. അതൊക്കെ അറ്റൻഡ് ചെയ്തു. ഡയഗ്രാം, ആ ഒരു പിക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ആ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഈസി ആയിരുന്നു കേട്ടോ. പിന്നെ അതിൽ ഹെർഷി ചേസ് എക്സ്പെരിമെൻറ്റിൻ്റെ ആ സി ക്വസ്റ്റ്യൻ ABC എന്താണെന്ന് അതവിടെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് പെട്ടെന്ന് കുറേ ആലോചിച്ചെന്നാലും പെട്ടെന്ന് അത് നല്ലപോലെ പറ്റിയില്ല. അത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയൊക്കെ അറ്റൻഡ് ചെയ്തു. 19th ക്വസ്റ്റ്യനിൽ ആ ഒരു 4 എഴുതാനുള്ളതിൻ്റെ
അത് 3 എനിക്ക് കിട്ടി, ഒരെണ്ണം കിട്ടാതെ ഇങ്ങനെ കിടക്കുകയാണ്. അത് പഠിച്ച സംഭവമായിരുന്നു, തീരെ കിട്ടാതെ കിടക്കുകയാണ്. ലാസ്റ്റ് കിട്ടിയൊക്കെ ചെയ്തു, എയും ബിയും ഒക്കെ എഴുതി. പിന്നെ ലാസ്റ്റിൽ മെയിൽ ഹെറ്ററോഗമേറ്റഡ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതും നല്ലപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കോഴിക്കുട്ടികളുടെ കാര്യം ചോദിച്ചിട്ടുണ്ടല്ലോ, അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ഞാൻ. സംഭവം എനിക്കറിയണതാണ്. ആ ബേഡ്സിൻ്റെ ഇതൊക്കെ വരച്ചിട്ട് എഴുതിയാൽ മതിയായിരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ എഗ്ഗ് എന്ന് എഴുതിയിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അവിടെ ഒന്നോ ഒരു മാർക്കായിട്ട് പോകുന്നുണ്ടായിരിക്കാം, അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബയോളജി എക്സാം. സുവോളജിയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, നല്ലപോലെ എഴുതിയിട്ടുണ്ട്, ഒക്കെ നല്ലപോലെ സെറ്റായി എഴുതിയിട്ടുണ്ട്. പക്ഷേ ബോട്ടണിയുടെ കാര്യത്തിൽ എനിക്കൊരു ഐഡിയ ഇല്ല. ആൻസർ കീ നോക്കിയപ്പോഴും കൂടി ഞാൻ ആകെ ഇല്ലാണ്ടാവുകയാണ് ചെയ്തത്. കാരണം അറിയണത് തെറ്റിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ആൻസർ എഴുതിയത് മാറിയിട്ടുണ്ട്. അറിയുന്ന സംഭവങ്ങളാണ്, പക്ഷെ അതൊന്നല്ല ഞാൻ എഴുതിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ കുറേ പൊട്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട്. അറിയില്ല, കംപ്ലീറ്റ് റിസൾട്ട് വരുമ്പോൾ ബാക്കിയേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയൂ കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ ഇത് എടുത്തിടണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം ബോട്ടണി അങ്ങനെ ആയതോട് കൂടിയിട്ട് എൻ്റെ എല്ലാ ഇതും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത കെമിസ്ട്രി എക്സാമിന് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.